അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്. അപ്പോഴാണ് ഓർത്തത് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടത്. അപ്പോൾ അത് വാങ്ങാനുള്ള പോക്കിലോട്ടാണ്. വിശാൽ മാർട്ടിലോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ പകുതി എത്തിയപ്പോഴത്തേന് മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ വിശാൽ മാർട്ടിലെത്തി വണ്ടിയൊക്കെ സൈഡാക്കി വെച്ചു. വിശാൽ മാർട്ടിൽ കയറി കേട്ടോ. കയറിയിട്ട് അവിടെ ചെന്ന് എന്താ പറയുന്നത്, ഒരു പോസൊക്കെ ഇട്ട് വരാൻ പറഞ്ഞപ്പോൾ പോയ പോക്കാണ് കേട്ടോ ആ കാണുന്നത്. അവിടെ ചെന്ന് ഓരോ സാധനങ്ങളുടെയും വിലയൊക്കെ നോക്കി. ഇപ്പോൾ നമ്മൾ പോയത് ഒരു ബാഗ് വാങ്ങാനാണ്. അക്കുവിന് ഒരു ബാഗ് വാങ്ങണം, പിന്നെ റെയിൻകോട്ടും ഒക്കെ വാങ്ങാനായിരുന്നു. പക്ഷേ അവിടെ ഇതൊന്നും റെയിൻകോട്ടും നമ്മൾ ഉദ്ദേശിച്ച ബാഗും ഒന്നും കണ്ടില്ല കേട്ടോ. പിന്നെ അവിടെ കണ്ട സാധനങ്ങളെല്ലാത്തിൻ്റെയും വിലയൊക്കെ നോക്കി വെറുതെ ഒന്ന് കറങ്ങി അടിച്ചു. പിന്നെ ഒരു ബെഡ്ഷീറ്റോ 2 ലേസോ ഒക്കെ വാങ്ങിയിട്ട് ബില്ലടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അതിനെക്കാട്ടിലും തിരക്ക്. അങ്ങനെ ബില്ലടിച്ചൊക്കെ ഇറങ്ങി വന്നപ്പോഴേക്കും ദൈവമേ, എൻ്റെ വണ്ടി ഒഴുകി പോകാഞ്ഞത് കാര്യമായി കേട്ടോ. എൻ്റെ വണ്ടിയുടെ ഒരു അവസ്ഥ നോക്ക്. കാല് കുത്താൻ പറ്റാത്ത വെള്ളമാണ് കേട്ടോ. അഴുക്ക് വെള്ളമെന്ന് വെച്ചാൽ കറുകറാന്നുള്ള വെള്ളം. പിന്നെ ഞാനും അച്ഛനും കൂടെ എങ്ങനെയൊക്കെയോ വണ്ടിയൊക്കെ വലിച്ചെടുത്ത് നമ്മൾ പോവുകയാണ്. നോക്കിക്കേ, റോഡ് സൈഡിൽ ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇതാണ് അവസ്ഥ കേട്ടോ. ഇവർ അന്നേരം ഈ മഴ പെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഓടയിലെ വെള്ളം എല്ലാം പമ്പ് ചെയ്ത് ഈ വെള്ളം റോഡിലോട്ട് ഇങ്ങനെ കയറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈക്കിലൊക്കെ പോകുന്നവർക്ക്. റോഡിലാണെങ്കിൽ ഒടുക്കലത്തെ തിരക്കും, ബസ് കാത്ത് നിൽക്കുന്നവർക്കും. സൈഡിൽ കൂടെ ആണെങ്കിൽ സൈഡിലങ്ങ് നിൽക്കാൻ പോലും ഒക്കത്തില്ല, അത്രയ്ക്ക് അഴുക്ക് വെള്ളമായിരുന്നു. ഉള്ള കടകളിലെ വേസ്റ്റും ഈ നാലയിലെ വെള്ളം എല്ലാം അവരിങ്ങനെ പമ്പ് ചെയ്ത് റോഡിലോട്ട് കയറ്റും. നിങ്ങൾക്ക് ഈ വെള്ളം കണ്ടാൽ തന്നെ അറിയാം, കരകരാന്നുള്ള വെള്ളം. നമുക്ക് കാലൊന്നും കുത്തി വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ലേ. ഈ എന്താ പറയുന്നത്, കാലൊക്കെ പൊക്കിക്കൊണ്ടാണ് ഓരോരുത്തർ സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് നമ്മൾ വേറൊരു കടയിൽ പോയി. കടയിൽ കയറി അവിടുന്ന് പിന്നെ നമ്മൾ ബാഗും റെയിൻകോട്ടും ഒക്കെ വാങ്ങി കേട്ടോ. ബാഗ് അവൾക്ക് ഇഷ്ടപ്പെട്ട കളറ് പർപ്പിൾ കളറായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച് പോയത്. പക്ഷേ ആ ഒരു കളറൊന്നും കിട്ടിയില്ല. ഈ റോസ് ഈ ഒരു പിങ്ക് കളർ നോക്കിയെങ്കിലും നമ്മൾ വാങ്ങിയത് ഒരു ബ്ലാക്ക് കളറായിരുന്നു. അങ്ങനെ 2 പേർക്ക് ബാഗും വാങ്ങി, പിന്നെ റെയിൻകോട്ടും വാങ്ങി കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ ഒന്നും പറയാനൊക്കത്തില്ലേ. കുറച്ച് നേരം വെയിൽ കാണും, പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ആയിരിക്കും. അപ്പോൾ 2 പേരും സൈക്കിളിലും ബൈക്കിലും ഒക്കെ പോകുന്നതുകൊണ്ട് റെയിൻകോട്ട് ആവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നേക്ക് എത്രയേ ഉള്ളൂ. ബൈ.